ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഐഷസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന മലബാർ നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ്. നോമ്പൊക്കെ വരല്ലേ, അപ്പോൾ എല്ലാവർക്കും പത്തിരി കോഴിക്കറി ഒക്കെ തയ്യാറാക്കുന്ന ഒരു ടൈം വരുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ മലബാർ നൈസ് പത്തിരി തയ്യാറാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് വാട്ടാനും നമ്മൾ കുഴച്ചെടുക്കാനും ഒക്കെ ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചോറ് കൊണ്ട് തയ്യാറാക്കുന്ന നൈസ് പത്തിരി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് ഫ്രഷായ ചോറും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ തലേ ദിവസത്തെ ചോറൊക്കെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ നോമ്പൊക്കെ വരല്ലേ, അപ്പോൾ എങ്ങനെയായാലും ചോറൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു പത്തിരിയുടെ റെസിപ്പി. ഇനി ഈ ചോറ് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാനിപ്പോൾ 1/2 കപ്പിലും കുറച്ച് കുറവ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചൂടുള്ള തേങ്ങാപ്പാലാണ്. പക്ഷെ നമ്മളത് ചൂടാക്കി തിളപ്പിക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ ചെറിയ ചൂട് മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതായത് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മെഷറിംഗ് കപ്പ് എടുത്തിട്ട് 250 ml ഒരു മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ അരിപ്പൊടി മെഷർ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചോറ് നമ്മൾ പേസ്റ്റാക്കി എടുക്കുമ്പോൾ അത് മാവിൻ്റെ പരുവാക്കി എടുക്കണം. നമ്മൾക്ക് ഈ അരിപ്പൊടി ചേർത്തിട്ടാണ് മാവിൻ്റെ പരുവാക്കി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര വേണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചോറ് കൊണ്ടുള്ള പത്തിരി തയ്യാറാക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ചോറൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ചോറും പിന്നെ ഉപ്പും അതുപോലെ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവാക്കി എടുക്കണം. നന്നായിട്ട് അരയണം ചോറ്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ചൂടുള്ളത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് മൊത്തത്തിൽ വേണ്ട, 1/2 കപ്പിലും കുറച്ച് കുറവ് മതി. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവാക്കി എടുക്കണം. അപ്പോൾ ചോറ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് പരുവായിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളം എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾക്കിത് വലിയൊരു ബൗളിലേക്ക് മാറ്റാം, ഈ ചോറ് അരച്ചത്. പിന്നെ ഇത് ചോറ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നമ്മൾക്കിത് മാവ് പരുവായി കിട്ടില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് അരയണം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ മാവ് പരുവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചോറിൻ്റെ പേസ്റ്റ് അതൊരു മാവിൻ്റെ പരുവാക്കിയെടുക്കാൻ നമ്മൾക്ക് എത്ര അരിപ്പൊടി വേണമെന്ന് നമുക്കിതുപോലെ ഓരോ കപ്പ് വീതം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾക്ക് എത്ര വേണ്ടി വരും നോക്കാം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ അരിപ്പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല പത്തിരിക്ക്. അതേ കുഴപ്പമുള്ളൂ അരിപ്പൊടി കൂടുതലായാൽ. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി കൂടുതലാവാതെ ശ്രദ്ധിക്കുക. ഇപ്പോഴും അരിപ്പൊടി പാകമായിട്ടില്ല. ഇപ്പോഴും നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സാധാരണ നൈസ് പത്തിരി, മലബാർ നൈസ് പത്തിരി തയ്യാറാക്കുമ്പോൾ നമ്മളത് ചൂടോട് കൂടിയിട്ട് മാവ് കുഴച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ നോമ്പ് കാലത്തൊക്കെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ ഒരുപാട് മടി ഉള്ളൊരു സംഭവമാണല്ലോ ഈ ഒരു ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കുന്നത്. പക്ഷേ ഈ ഒരു പത്തിരിക്ക് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല. ഇപ്പോഴും ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ഒരു 2 കപ്പും കുറച്ചുകൂടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് 2 കപ്പ് മതിയാവും, അല്ലെങ്കിൽ 2.5 കപ്പ് മതിയാവും. അപ്പോൾ ഏകദേശം 2 to 2.5 കപ്പിൻ്റെ അകത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക.
ഇപ്പോൾ സ്റ്റിക്കിനെസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയ പത്തിരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പത്തിരി എങ്ങനെ പരത്തുന്നത് എന്ന് നോക്കാം. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ അറിയാത്തവർക്കാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് പത്തിരി പരത്തുന്നതൊക്കെ. ഇപ്പോൾ ഇതുപോലത്തെ ചപ്പാത്തി പരത്തുന്ന റോളിംഗ് പിൻ യൂസ് ചെയ്യാം നമ്മൾക്ക് ഈ പത്തിരി പരത്താൻ. പക്ഷെ ഞാനിപ്പോൾ ഇതുപോലത്തെ പത്തിരി കുഴൽ എന്ന് പറയും. അപ്പോൾ ഇതുപോലത്തെ റോളിംഗ് പിന്നാണ് ഞാൻ യൂസ് ചെയ്യല് പത്തിരി പരത്താൻ. ഞാൻ സാധാരണയായിട്ട് നൈസ് പത്തിരിയൊക്കെ പരത്തുമ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരത്തുന്നത്. പിന്നെ അതുപോലെ നമുക്ക് പത്തിരി പരത്തുമ്പോൾ കുറച്ച് പൊടിയുടെ ആവശ്യമുണ്ട്, അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും നമ്മൾ സൈഡിൽ വയ്ക്കുക. മാവും സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ നമ്മൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ചെറിയൊരു ബോൾ ഷേപ്പിൽ ചെറിയത് പീസ് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക, ചെറിയ ബോളാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി പ്രസ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ സാധാരണ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇനി ഈ ഒരു പൊടിയൊന്ന് നമ്മൾ ഈ പലകയിൽ നമ്മളൊന്ന് തൂവി കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ പത്തിരിയുടെ സൈഡ് ഒന്ന് ഇതുപോലെ പത്തിരിക്കോൽ കൊണ്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും പത്തിരി. പിന്നെ അതുപോലെ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പത്തിരിയുടെ സൈഡാണ് നമ്മൾ പരത്തേണ്ടത്, നടുഭാഗമല്ല പരത്തേണ്ടത്, സൈഡ്സാണ് നമ്മൾ പരത്തേണ്ടത്. എന്നാലേ അത് കറങ്ങിയിട്ട് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ കറക്കിയെടുക്കാനും പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല, പക്ഷെ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പത്തിരി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ചോറ് കൊണ്ടുണ്ടാക്കിയ പത്തിരി നമുക്ക് പരത്താൻ നല്ല എളുപ്പമാട്ടോ. വല്ലാണ്ട് ഒട്ടിപ്പിടിക്കാനോ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ പത്തിരി പരത്തുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇതുപോലെ പരത്തിച്ച് അത് നമ്മളിപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊടി കൊണ്ടൊന്ന് തൂവി കൊടുക്കാം. പക്ഷെ മറ്റേ സൈഡ് അപ്പോൾ പരത്തരുത്, വീണ്ടും തിരിച്ചിട്ടിട്ട് വേണം നമ്മളത് പരത്തി കൊടുക്കാൻ. അതായത് പത്തിരിയുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ പരത്താൻ പാടുള്ളൂ, രണ്ട് സൈഡും പരത്തി കൊടുക്കാൻ പറ്റില്ല. അതായത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ രണ്ട് സൈഡും പരത്താൻ പാടില്ല, ഒരു സൈഡ് മാത്രമേ പരത്താൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ പത്തിരിയും പരത്തിയെടുക്കുക. നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാ പത്തിരിയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പത്തിരി പരത്തിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരു പാൻ ഇതുപോലെ ചൂടാക്കുക. ഞാനിപ്പോൾ പത്തിരിയുടെ പാനാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പത്തിരി ഇതിൽ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതുപോലെ പത്തിരി ചുട്ടെടുക്കുമ്പോഴും നമ്മൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പത്തിരി ആകെ 2 തവണ മാത്രമേ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മളിപ്പോൾ പത്തിരി ഇട്ട് കൊടുത്തു, ഇനി ഇതിൽ മുകളിൽ ഒരു ആവി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് നമ്മൾ പത്തിരി പാനിൽ ഇട്ട ശേഷം ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുകളിൽ ആവി വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ മറിച്ചിടുന്നത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് ഇത്തിരി കൂടി ടൈം എടുക്കുന്നുണ്ട്. മുകളിൽ ഒരു ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്, ഒരു പഫ് ചെറുതായിട്ടൊന്ന് പൊന്തി വരുന്നുണ്ടാവും ബബിൾസ് പോലെ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ രണ്ടാമത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുഭാഗം പ്രസ് ചെയ്ത് കൊടുക്കണ്ട, സൈഡ് മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 2 തവണ മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി പത്തിരി മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പത്തിരി റെഡിയായി. ഇതുപോലെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പത്തിരി റെഡി ആയിട്ടുണ്ട്, ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പത്തിരി ചുട്ടെടുക്കാനുള്ള ടൈം.
അപ്പോൾ ചൂടോട് കൂടി തന്നെ ഈ പത്തിരി അടച്ച് വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അടച്ച് വെക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ പത്തിരി ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ പാൻ ഒന്ന് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ്. ആ പൊടിയൊക്കെ അരിപ്പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് പത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ആവി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. രണ്ടാമത്തെ പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ബബിൾസ് വരണം, എന്നിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ മൂന്നാമത്തേതായിട്ട് മറിച്ചിട്ട് കൊടുക്കണ്ട, അത് പത്തിരി പൊങ്ങി വരും, അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ചുട്ടെടുത്ത പത്തിരി അപ്പോഴേ നമ്മളത് അടച്ച് വെക്കണം. നമ്മൾ സാധാരണ മലബാർ നൈസ് പത്തിരിയൊക്കെ ചുട്ടപാട് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെക്കും, എന്നിട്ടാണ് നമ്മൾ അടച്ച് വെക്കൽ. പക്ഷെ അതുപോലെ ഇത് ചെയ്യരുത്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കാസറോളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ നന്നായിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. അപ്പോൾ വീണ്ടും നമ്മളുടെ ചോറ് കൊണ്ടുണ്ടാക്കിയ പത്തിരി റെഡി ആയിട്ടുണ്ട്, ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം പരത്തുന്നതും അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നതും ഒക്കെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഇതുപോലെ ചൂടോടുകൂടി തന്നെ അടച്ചു വെക്കണം നമ്മൾ ചുട്ടെടുത്ത പത്തിരി, അല്ലെങ്കിൽ പത്തിരി ഹാർഡായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം പത്തിരി. ആദ്യത്തെ പത്തിരി എടുക്കാം നമ്മൾക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കണ്ടോ. പക്ഷെ നമ്മൾ മലബാർ നൈസ് പത്തിരി പോലെ അല്ല കേട്ടോ. മലബാർ നൈസ് പത്തിരി അതൊരു എക്സെപ്ഷൻ കേസാണ്. അപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. പക്ഷെ അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം അതിൻ്റെ റെസിപ്പിയുമായിട്ട്. പക്ഷേ ഇത് സോഫ്റ്റാണ്, നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ. മലബാർ നൈസ് പത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് വളരെയധികം സോഫ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചോറ് കൊണ്ടുണ്ടാക്കിയ മലബാർ നൈസ് പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്